ഞാനും അമ്മയെ നാട് വിടുവാണ് ഗൈസ്. എങ്ങോട്ടാണെന്ന് പിന്നെ പറയാം. 3 മണിക്കൂറെങ്കിലും മുമ്പ് ചെക്ക് ഇൻ ചെയ്യണം എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഒരു 2.5-3 മണിക്കൂർ ചെറിയൊരു പോസ്റ്റ് വിട്ടു. പക്ഷെ ഞാനത് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റി കേട്ടോ. ഞാൻ അപ്പൊ തന്നെ ആ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ പോയിട്ട് സാധനങ്ങളുടെ വില നോക്കുമായിരുന്നു. ഈ ആനക്കുട്ടി നല്ല ക്യൂട്ടല്ലേ ഗൈസ്, ഓൺലി 2000 റുപ്പീസ്. ഡയമണ്ട് ഒക്കെ വെച്ചേക്കുന്ന പോലെ ഈ ചില്ലുകൂടാരത്തിന്റെ ഉള്ളിൽ എന്ത് സാധനവും നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് റഷ്യൻ മെയ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു ആൽക്കഹോൾ, പേര് ഞാൻ മറന്നു. പക്ഷെ എന്റെ പ്രൈസ് നോക്കി 79,500. പിന്നെ അവിടെ നിന്ന് റൗണ്ട് ഒക്കെ അടിച്ച് വന്നപ്പോഴേക്കും കോവൈ ഭവന്റെ ചെറിയൊരു റെസ്റ്റോറന്റ് കണ്ടു. അങ്ങനെ അമ്മ ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചായ വാങ്ങിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അമ്മനെ വിളിച്ചുകൊണ്ട് വന്ന് ചായയും കാപ്പിയും പിന്നെ ഒരു പഴംപൊരിയും കൂടി ഓർഡർ ചെയ്തു. പഴംപൊരി നല്ല ഓയിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സാൻഡ്വിച്ച് എടുത്ത് കഴിച്ചു. അങ്ങനെ ചായയും കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായി. ടേക്ക് ഓഫിന്റെ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ വിശന്നു തുടങ്ങി. അപ്പൊ അമ്മയുടെ ഒരു സാൻഡ്വിച്ച് കൂടെ ഉണ്ടായിരുന്നു. അത് പകുതി അമ്മ കൊടുത്ത് പകുതി ഞാനും കഴിച്ചു. എന്നിട്ട് എനിക്ക് വിശപ്പ് ഇരുന്നില്ല. പിന്നെ ഞാൻ ക്യാബിൻ ക്രൂവിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സ്നാക്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും നൂഡിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. നൂഡിൽസ് എങ്കിൽ നൂഡിൽസ്, കപ്പ് നൂഡിൽസ് ആണ്. അങ്ങനെ അതും കഴിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് സാധനം വലിയ ഇഷ്ടമല്ല. പക്ഷേ വിശന്നാ പുല്ലും തിന്നു കേട്ടിട്ടില്ലേ, അതുപോലെ ടേസ്റ്റ് ഒന്നും നോക്കാണ്ട് വിശപ്പടക്കാൻ വേണ്ടി ഞാൻ അത് കഴിച്ചു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങനെ നീണ്ട 10 വർഷത്തിന് ശേഷം ഖത്തറിൽ വന്നേക്കുവാണ്. ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷനാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ദോഹയിൽ വന്ന് പോയത്. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ചേട്ടനും പപ്പയും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിക്ക് ചെയ്യാനായിട്ട്. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇനി ഖത്തറിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഗൈസ്, ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.